നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 12 12-ാം അധ്യായത്തിലെ 13 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഈ അധ്യായത്തിൽ പ്രധാനമായിട്ടും ബുധൻ്റെ പുത്രനായ പുരൂരവസ് ജനിച്ച കഥയാണ് വർണ്ണിക്കുന്നത്. ഒരിക്കൽ സുദ്യുമ്നൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം വേട്ടയാടാൻ വേണ്ടി കാട്ടിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ സഞ്ചരിച്ച് വളരെ മനോഹരമായ കുമാരവനത്തിലേക്ക് കടന്നു. ആ വനത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ആ വനത്തിൽ ആര് കാലുകുത്തുന്നുവോ അപ്പോൾ തന്നെ ആ ആൾ പുരുഷൻ സ്ത്രീയായിത്തീരും. ആ ഒരു ശാപം കിട്ടിയ വനമായിരുന്നു അത്. അങ്ങനെ സുദ്യുമ്ന മഹാരാജാവ് അവിടെ പ്രവേശിച്ച ഉടനെ തന്നെ സ്ത്രീയായിത്തീർന്നു. അദ്ദേഹം സഞ്ചരിച്ച കുതിരയും പെൺകുതിരയായി. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആരാണ് എന്നെ ചതിച്ചത് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഇനി എന്താണ് രാജാവിന് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഋഷയ ഊചു. ശ്ലോകം 14. സുതാശ്ചര്യമിദം പ്രോക്തം ത്വയാ യല്ലോ മഹർഷണ സുദ്യുമ്ന സ്ത്രീത്വമാപന്നോ ഭൂപതിർദേവസന്നിഭഃ. ഹേ ലോമഹർഷണ സൂത, അങ്ങ് പറഞ്ഞത് വളരെ ആശ്ചര്യജനകമായിരിക്കുന്നുവല്ലോ. ദേവതുല്യനായ സുദ്യുമ്ന മഹാരാജാവ് സ്ത്രീയായി മാറിയിരിക്കുന്നു. ശ്ലോകം 15. കിം തത് കാരണമാചക്ഷ്വാ വനേ തത്ര മനോഹരേ കിം കൃതം തേന രാജ്ഞാ ച വിസ്തരം വദസൂവ്രത. മനോഹരമായ വനത്തിൽ വെച്ച് സുദ്യുമ്നൻ സ്ത്രീത്വം പ്രാപിക്കാൻ എന്താണ് കാരണമെന്ന് പറഞ്ഞാലും ആ രാജാവ് എന്തു ചെയ്തു? ഹേ സുവ്രത, വിസ്തരിച്ച് പറഞ്ഞാലും. സൂത ഉവാച. ശ്ലോകം 16. ഏകദാ ഗിരിശം ദ്രഷ്ടും ഋഷയസനകാദയഃ ദിശോ വിധിമിരാഭാസ കുർവന്ത സമുപാഗമൻ. ഒരിക്കൽ ശ്രീ പരമേശ്വരനെ ദർശിക്കാൻ സനകാദി മഹർഷിമാർ ദിക്കുകളെല്ലാം സ്വതേജസ്സിനാൽ പ്രകാശമാനമാക്കിക്കൊണ്ട് എത്തിച്ചേർന്നു. ശ്ലോകം 17. സസ്മിച്ഛ സമയേ തത്ര ശങ്കരപ്രമദായുധഃ ക്രീഡാസക്താ മഹാദേവി വിവസ്ത്രാ കാമിനീ ശിവ. അവിടെ ആ സമയത്ത് ശങ്കരൻ ഗൗരിയോട് ചേർന്നിരിക്കുകയായിരുന്നു. കാമിനിയും മംഗളസ്വരൂപിണിയുമായ മഹാദേവി വിവസ്ത്രയും ക്രീഡാസക്തയുമായിരുന്നു. ശ്ലോകം 18. ഉത്സംഗേ സംസ്ഥിതാ ഭർത്തൂ രമമാണാ മനോരമാഃ താൻ വിലോക്യംബികാദേവി വിവസ്ത്രാവ്രീഡിതാഭൃശം. ഭർത്താവിൻ്റെ മടിയിൽ ഇരുന്നിരുന്ന മനോഹാരിണിയായ അംബികാദേവി അവരെ കണ്ട് അത്യന്തം ലജ്ജിച്ചു. ശ്ലോകം 19. ഭർത്തുരംഗാത് സമുത്ഥായ വസ്ത്രമാദായ പര്യഥാത് ലജ്ജാവിഷ്ടാസ്ഥിതാ തത്ര വേപമാനാതിമാനിനീ. ഭർത്താവിൻ്റെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രമെടുത്തുടുത്തു. അത്യധികം മാനിനിയായ ദേവി ലജ്ജയോടെ വിറപൂണ്ട് അവിടെ നിന്നു. ശ്ലോകം 20. ഋഷയോപി തയോർവീക്ഷ്യ പ്രസംഗം രമമാണയോ പരിവൃത്യ യുയുസ്തൂർണം
നരനാരായണാശ്രമം. ഋഷിമാരാകട്ടെ രതികേളുകളിൽ മുഴുകിയിരുന്ന അവരെ കണ്ട് പ്രദക്ഷിണം ചെയ്തിട്ട് വളരെ വേഗം നരനാരായണാശ്രമത്തിലേക്ക് പോയി. ശ്ലോകം 21. ഹ്രീയുതാം കാമിനീം വീക്ഷ്യ പ്രോവാച ഭഗവാൻ ഹരഃ കഥം ലജ്ജാതുരാസിത്വം സുഖം തേ പ്രകരോമ്യഹം. ലജ്ജിച്ച് നിൽക്കുന്ന കാമിനിയെ നോക്കി ഭഗവാൻ ശിവൻ പറഞ്ഞു, നീ എന്ത് ഇത്ര ലജ്ജവിവശയാവാൻ? നിനക്ക് ഞാൻ ഒരു സുഖം നൽകുന്നുണ്ട്. ശ്ലോകം 22. അദ്യ പ്രഭൃതിയോ മോഹാത് പുമാൻ കോപി വരാനനെ വനം ച പ്രവിശേദേതത് സ വൈ യോഷിത് ഭവിഷ്യതി. ഹേ സുമുഖി, ഇന്നു മുതൽ മോഹത്തോടെ ഈ വനത്തിൽ പ്രവേശിക്കുന്ന